പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിൽ കർശന നിയന്ത്രണങ്ങളാണ് നിലനിൽക്കുന്നത്. ഇതേ തുടർന്ന് സൗദി തലസ്ഥാനമായ റിയാദിലെ അൽ റബ്വ പച്ചക്കറി മാർക്കറ്റിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. വിവിധ വകുപ്പുകൾ ചേർന്നുള്ള സംഘമായാണ് പരിശോധനയ്ക്ക് എത്തിയത് തന്നെ. എന്നാൽ പെട്ടെന്നെത്തിയ ഉദ്യോഗസ്ഥരെ കണ്ട് നിരവധി വിദേശ തൊഴിലാളികളും കച്ചവടക്കാരും സാധനങ്ങൾ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതേസമയം കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിനായി അധികൃതർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇവിടുത്തെ തൊഴിലാളികളിൽ പലരും പാലിക്കാറില്ലെന്ന് വ്യാപകമായി പരാതിയും ഉയരുന്നുണ്ട്. ഇവർ മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് കൂടി ഭീഷണിയാണെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥരെ കണ്ട് തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. കൊറോണ വ്യാപനത്തെ തുടർന്ന് കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുകയാണ് സൗദിയിൽ. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായുള്ള സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാത്ത ലേബർ ക്യാമ്പ് അധികൃതർ പൊളിച്ചു മാറ്റുകയുണ്ടായി. തുടർന്ന് അബഹയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന 4 ലേബർ ക്യാമ്പുകൾ അടപ്പിക്കുകയും ചെയ്തു. നഗരസഭയാണ് ഇതിന് മുൻകൈയെടുത്തത്. പ്രവാസി തൊഴിലാളികൾ കൂട്ടമായി താമസിച്ചിരുന്ന കെട്ടിടമാണ് അസീർ നഗരസഭ പൊളിച്ചു മാറ്റിയത്. സൗദിയിലെ അസീറിലെ ലേബർ ക്യാമ്പിൽ 18 മുറികളിൽ 100-ലധികം തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ തന്നെയും തൊഴിലാളികളെ മറ്റ് കെട്ടിടങ്ങളിലേക്ക് സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ച ശേഷമായിരുന്നു നഗരസഭയുടെ നടപടി. അബഹ നഗരമധ്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പുകളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെ തൊഴിലാളികൾ കൂട്ടത്തോടെ കഴിയുകയായിരുന്നു. ഇവിടെ പൊതുശുചിത്വ മാനദണ്ഡങ്ങളും ആരോഗ്യ വ്യവസ്ഥകളും പാലിച്ചിരുന്നുമില്ല. കോവിഡ് പ്രതിരോധം കണക്കിലെടുത്ത് ആരോഗ്യ സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്ന ലേബർ ക്യാമ്പുകൾക്കെതിരെ കർശന നടപടിയാണ് അധികൃതർ സ്വീകരിക്കുന്നത്. ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് കോവിഡ് രോഗവ്യാപനം ഉണ്ടായതോടെയാണ് നടപടികളിലേക്ക് കടന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.